എന്നാലും ഈ നോമ്പ് മാസക്കാലമായി സത്യഭാമ ചേച്ചിക്ക് ഇതെന്ത് പറ്റി എന്നുള്ളതാണ് എനിക്കൊരെത്തും പിടിയും കിട്ടിയിട്ടില്ലാത്തത്. വല്ലാത്തൊരാക്രമണമാണ് സത്യഭാമ ചേച്ചി നടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ തുറന്നടിച്ച് വാരിയടിച്ച് നിലത്തടിച്ച് കൈകാര്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം സത്യഭാമ ചേച്ചി നമ്മുടെ കൃഷ്ണരാജ് വക്കീലിനെ ഭാമ ചേച്ചി വിളിക്കുന്നത് ശിഖണ്ഡി രാജ് എന്നാണ്. അതിന് വിട്ടയച്ച ശേഷം ഓടിച്ചിട്ട ശേഷം വീണ്ടും സത്യഭാമ ചേച്ചി ഇങ്ങനെ തകർത്ത് നിൽക്കുകയാണ്. ബിഗ് ബോസ് എന്ന മൂന്നാംകിട പരിപാടി ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഈ പയ്യൻ്റെ ചെറിയ ഇൻ്റർവ്യൂസ് ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. പണ്ട് മാങ്ങ വിറ്റ് നടന്നിരുന്ന കഥയും ജ്യൂസ് അടിച്ച് നടന്നിരുന്ന കഥയും കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. കേരളത്തിലെ മനുഷ്യരായിട്ടുള്ള ആളുകൾ ഒരുപോലെ വെറുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് നീ കാലുവെച്ചതെങ്കിലും 100% നീ കാരണം കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് അവരെ പുറകിൽ നിന്നും കുത്തി വീഴ്ത്തി നിൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നീ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി. ഇപ്പോൾ പറയുന്നു BJPയുടെ ചില വിഷയങ്ങളിൽ വിയോജിപ്പാണെന്ന്. അങ്ങനെയാണെങ്കിൽ കോട്ടാത്തല അഖിൽ മോനെ, നിന്നെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ഒരു നാവാട്ടക്കാരൻ മാത്രമാണെന്ന് നിൻ്റെ അമ്മയേക്കാൾ പ്രായമുള്ള എനിക്ക് ഈ കേരള സമൂഹത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ടി വരും. ഇതാണ് നമ്മുടെ അഖിൽമാരാർക്ക് സത്യഭാമ ചേച്ചി കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ്. അതുകൂടാതെ പുതിയ ഒരു പോസ്റ്റുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. നമസ്കാരം സൗഹൃദങ്ങളെ, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഹിന്ദുമതത്തിലെ 90% ദൈവങ്ങളും വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവങ്ങളുടെ പേര് രതീഷ്, സതീഷ്, സുധീഷ്, പ്രേമൻ എന്നിങ്ങനെയൊക്കെയാണ്. ഈ ചാണക തീവ്രവാദികൾ 68 വയസ്സ് പ്രായമുള്ള എൻ്റെ മുന്നിൽ പോലും സ്വന്തം ഐഡിയയിൽ വരാൻ ഭയക്കുന്നുവെങ്കിൽ ഒന്ന് ആലോചിക്കൂ, ഇവന്മാരെ കൊണ്ടുള്ള ശല്യം എത്രമാത്രം വലുതാണെന്ന്. ഒരു പയ്യൻ അവൻ്റെ സ്വന്തം ഐഡിയയിൽ നിന്ന് ഇവിടെ എഴുതാൻ കഴിയാത്ത രീതിയിലാണ് തെറിയിട്ടിരിക്കുന്നത്. ഞാൻ ആ പയ്യനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഇതുപോലെ തന്നെ തെറി പറഞ്ഞ പാലക്കാട്ടുള്ള ഒരു ഷൂനക്കിയുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന FIRൻ്റെ പകർപ്പ് മെസ്സഞ്ചറിൽ അയച്ചു കൊടുത്തു. ഇപ്പോൾ അവൻ പറയുന്നു ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്, എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് വേറെ ആരുമില്ലെന്ന്. ഒരു ശരാശരി ചാണകതീനിയിൽ നിന്നും ഇത്ര മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആദ്യം ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തുക, അതിനുശേഷം മാത്രം ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ ഇറങ്ങുക. ഒരു ഹിന്ദുവായി ജനിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കരുതുന്നു. എന്നാൽ അമ്പലക്കള്ളൻ പൃഷ്ഠിരാജിനെപ്പോലെ കാളകൂട വിഷത്തേക്കാൾ വീര്യമേറിയ തീവ്ര ഹിന്ദുവായി ഒരു നിമിഷം പോലും ജീവിക്കാൻ തോന്നാതിരുന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു, അഭിമാനവുമുണ്ട്. സ്നേഹത്തോടെ കലാമണ്ഡലം സത്യഭാമ. ഇതിലൊരു കാര്യം സത്യഭാമ ചേച്ചി പറയുന്നത് ശരിയാണ്. അവനവന് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു തൊഴിൽ, ഒരു വീട്, മനസ്സിനകത്തൊരു സമാധാനം, ഇതൊക്കെയാണ് മനുഷ്യന് ഏറ്റവും ആവശ്യം. വെറുതെ വെറുപ്പും വിദ്വേഷവും വിറ്റ് അങ്ങടും ഇങ്ങടും പറഞ്ഞ് ഈ പറയുന്ന ചേച്ചി തന്നെ വിശേഷിപ്പിച്ചതുപോലെ നാവാട്ടക്കാരനായി എന്ത് സംഗതിയാണ്, എന്ത് സാധ്യതയാണ് നമ്മൾ തേടുന്നത്? എന്തിനു വേണ്ടിയാണ് പിന്നാലെ പായുന്നത്? ഒരു ഉപമുഖ്യമന്ത്രിയായി എന്തെല്ലാം സ്വപ്നം കണ്ട ഒരു മനുഷ്യൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം CBI എൻക്വയറിക്ക് ഉത്തരവിടുന്നത് കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് ചിന്തിച്ചു പോയി. വേറെ ആരുമല്ല, അജിത് പവാർ. അവിടെ 2 പവാർ കുടുംബങ്ങളും കൂടി ഒന്നാക്കി NCP എന്തൊക്കെയോ ആയി വേറെ ഏതോ തരത്തിലേക്കൊക്കെ മാറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കണക്ക് കൂട്ടിയതാണ് നിമിഷങ്ങൾ കൊണ്ടില്ലാതായത്. അത്രയേ ഉള്ളൂ മനുഷ്യജീവിതം. ആ കാലത്തോളം സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്നേഹം പറഞ്ഞ് ജീവിക്കുക എന്നതിനപ്പുറം എന്താണ് ഒരു ഭാഗ്യമായിട്ടുള്ളത്? അത് ലഭിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ പരമദരിദ്രർ.